ബിൽക്കീസ് ബാനു കേസിൽ കുറ്റം ചെയ്തത് കുറ്റവാളികൾ മാത്രമല്ല, അവരെ വിട്ടയച്ച സർക്കാരുമാണെന്ന് കോടതി. അപ്പോൾ ശിക്ഷിക്കപ്പെടേണ്ടത് ആരൊക്കെയാണ്? ഗസയിൽ മാധ്യമപ്രവർത്തകരുടെ പോരാട്ടം വെറുതെയാകില്ല. കൺകെട്ടാണ് ഈ തലക്കെട്ട്. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ഗുജറാത്ത് വംശഹത്യക്കാലത്തെ പീഡിതരിൽ ഒരാൾ മാത്രമാണ് ബിൽക്കീസ് ബാനു. പൈശാചിക പീഡനത്തിനിരയായി അക്രമികൾ ഒരു മകളെ കൺമുന്നിലിട്ട് തലക്കടിച്ച് കൊന്നു. പിന്നെ ബിൽക്കീസ് തെമ്മാടിക്കൂട്ടങ്ങൾക്കും അധികാര കേന്ദ്രങ്ങൾക്കുമെതിരെ പൊരുതി. ഒടുവിൽ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. പക്ഷെ പിന്നെ കണ്ടത് അവരെ ജയിലിൽ നിന്ന് വിടുന്നതാണ്. അതിനെ ചോദ്യം ചെയ്തു കൊടുത്ത കേസിൽ കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതി വിധി പറഞ്ഞു. ബിൽക്കീസ് ബാനുവിന് നീതി. 11 കുറ്റവാളികൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് സുപ്രീം കോടതി. കുറ്റവാളികൾക്ക് ഗുജറാത്ത് സർക്കാർ കനിഞ്ഞു നൽകിയ ശിക്ഷാ ഇളവ് കോടതി റദ്ദാക്കി. കുറ്റവാളികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചു എന്ന ഗുരുതരമായ പരാമർശവും കോടതി വിധിയിലുണ്ട്. നിയമവാഴ്ചയെയും ജുഡീഷ്യറിയെയും മാനിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊരു പരാമർശം കോടതി നടത്തിയാൽ ആ സർക്കാർ രാജിവെക്കുമായിരുന്നു. പക്ഷേ ഇത് കാലം വേറെ. ബേട്ടി ബച്ചാവോ പറയുന്നവർ ഇല്ലാത്ത അധികാരം വെച്ച് സ്ത്രീ പീഡകരെയാണ് രക്ഷിച്ചത്. അത് സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്തു. നിയമത്തെ കബളിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ഒത്തുകളിച്ചു. കുറ്റവാളികളെ, അതും സ്ത്രീ പീഡനത്തിന് കോടതി ശിക്ഷിച്ചവരെ ഒരു സർക്കാർ നിയമം അട്ടിമറിച്ച് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ ആ സർക്കാരിനും വേണ്ടേ ശിക്ഷ? ഉത്തരവാദികൾ ആര് എന്ന ചോദ്യം ഉയരണ്ടേ? ബിൽക്കീസിന് നീതി എന്ന് ഇപ്പോൾ നാം പറയുന്നത് അവരോട് മനുഷ്യത്വഹീനമായ പാതകം ചെയ്തവരെ വിട്ടയച്ച സർക്കാർ നടപടി ശരിയായില്ല എന്ന് കോടതി കണ്ടെത്തുകയും അവരെ തിരിച്ച് ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിനെയാണ്. നമ്മുടെ നീതി സങ്കല്പം പോലും എത്ര ദുർബലമാണെന്ന് നോക്കൂ. കുറ്റവാളികളെ മോചിപ്പിക്കാൻ ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. അവർക്ക് ശിക്ഷ വിധിച്ചു കിട്ടാൻ, അത് നടപ്പാക്കി കിട്ടാൻ, ശിക്ഷ അട്ടിമറിക്കാതിരിക്കാൻ ബിൽക്കീസും കുടുംബവും മറ്റും എത്രമാത്രം പൊരുതേണ്ടി വന്നു. ഇത് നീതിയാണോ? കോടതി തന്നെ പറഞ്ഞല്ലോ, കുറ്റക്കാർ തന്നെ ശിക്ഷ അട്ടിമറിച്ചെന്നും സർക്കാർ അതിന് കൂട്ടുനിന്നെന്നും. കുറ്റവാളികൾ വിഹരിക്കുന്നു, ഇരകൾ പേടിച്ച് കഴിയുന്നു. കുറ്റവാളികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ജാമ്യമോ പരോളോ ഇല്ലാത്ത ആക്ടിവിസ്റ്റുകൾ തടവിൽ എത്ര കഴിയുന്നു. പക്ഷെ കൂരിരുട്ടിൽ ഇത്തിരി വെളിച്ചത്തിന് പോലും തെളിച്ചം കൂടും. അതുകൊണ്ട് ഈ വിധി ആശ്വാസം തന്നെയാണ്. അനീതിയിൽ നിന്ന് ചെറിയൊരു മടക്കം. ജയിൽ മോചനം ആഘോഷിച്ചവർ തടങ്കലിലേക്ക് മടങ്ങണം. അനീതിയിലെ തിരുത്തും നീതി തന്നെ. ചെറിയൊരു വീണ്ടെടുപ്പ് രാജ്യ മനസാക്ഷിക്കും ജുഡീഷ്യൽ മനസാക്ഷിക്കും. ഇത് ബിൽക്കീസിന്റെ പോരാട്ടം തന്നെ. രാജ്യത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ആത്മാഭിമാനത്തിന് വേണ്ടി. അവർക്ക് കൊടുക്കാം നന്ദി. നീതിയുടെ ഇത്തിരി വെട്ടം കൊളുത്തിച്ചതിന്, നിയമവാഴ്ചയ്ക്ക് വേണ്ടി പൊരുതിയതിന്, ഭരണകൂടത്തിൻ്റെ നെറികേട് വെളിപ്പെടുത്തിയതിന്. 3 പതിറ്റാണ്ടിൻ്റെ ഈ ഉജ്ജ്വല പോരാട്ടത്തിൽ ഒപ്പം നിന്നവർ കുറേയുണ്ട്. ഇപ്പോഴത്തെ വിധിയുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞ ചിലരടക്കം. മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ രൂപ്രേഖ വർമ്മ, CPMലെ സുഭാഷിണി അലി, NDTV റിപ്പോർട്ടറായിരുന്ന രേവതി ലൗൾ എന്നിവരും തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്രയും സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികൾ കൊലയാളികളെ മോചിപ്പിച്ച നടപടി ചോദ്യം ചെയ്തു. പുറമെ ബിൽക്കീസ് തന്നെയും ഹർജി സമർപ്പിച്ചു. അധികാരവും അധീശത്വവും ഒരു വശത്ത്, നീതിയും മനസാക്ഷിയും മറുവശത്ത്. എല്ലാ പീഡിതർക്കുമായുള്ള പോരാട്ടത്തിൽ ഏറ്റവും പിരിമുറുക്കം അനുഭവിച്ചത് ആ കുടുംബം തന്നെ. ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി പ്രസ്താവന തയ്യാറാക്കി വായിച്ചത് ജസ്റ്റിസ് നാഗരത്നയാണ്. അധികാരത്തിൻ്റെ നിഗൂഢ കരങ്ങൾ അണിയറയിൽ പ്രവർത്തിച്ചു എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിനൊടുവിൽ അന്തിമ നീതി പുലർന്നോ? നിയമവാഴ്ച ശരിക്കും വിജയിച്ചോ? നീതിയുടെ പ്രകാശം കെടാതെ നിലനിൽക്കുമോ? നാടിൻ്റെ ശബ്ദം നീതിക്ക് വേണ്ടി തുടരുമോ? കോടതി സ്വന്തം തെറ്റുകൂടിയാണ് തിരുത്തിയത്. നീതിയുടെ വെളിച്ചം എല്ലായ്പ്പോഴും ഇങ്ങനെ പ്രകാശിച്ചു കാണാറില്ല എന്ന ദുഃഖസത്യം അംഗീകരിച്ചേ പറ്റൂ. ബിൽക്കീസ് ബാനുവിനെ പോലുള്ളവരോട് നീതിപീഠം ഒപ്പമുണ്ടെന്ന് പറയാൻ കഴിയേണ്ടതുണ്ട്. പക്ഷെ നിയമത്തിലും പഴുതുകളുണ്ട്. ഇനി പഴുതില്ലെങ്കിൽ പോലും ഭരണകൂടത്തിൻ്റെ ചായ്വും ചരിവും ആ പഴുതുണ്ടാക്കും. അത് തന്നെയാണ് സുപ്രീം കോടതി കണ്ടെത്തിയതും. നിയമം ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും എക്സിക്യൂട്ടീവാണ്.
അതിൻ്റെ നീതികേട് തിരുത്താൻ സമയവും അധ്വാനവും ചെലവും ഏറെയാണ്. കൊച്ചു കൊച്ചു വിജയങ്ങൾ ആഘോഷിക്കാം, വല്ലപ്പോഴും ഉണ്ടാകുന്ന മലിനീകരണക്കുറവിൽ സന്തോഷിക്കാം. അപ്പോഴും മറക്കാതിരിക്കുക, കുറ്റവും നിയമലംഘനവും സ്ഥാപനവൽക്കരിക്കപ്പെടുന്നുണ്ട്. ജയിലിൽ നിന്ന് വിട്ട കൊലയാളികളെ മധുരം കൊടുത്ത് വരവേറ്റ ഭരണപക്ഷമുണ്ടിവിടെ. അവരെ ജയിലിലേക്ക് തിരിച്ചയച്ചത് പത്രത്തിൻ്റെ മുൻപേജിലിടാൻ പ്രയാസമുള്ളവരുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 2022 സ്വാതന്ത്ര്യ ദിനത്തിലാണ്, ഇന്ത്യൻ സ്വരാജിൻ്റെ 75ാം വാർഷിക മുഹൂർത്തത്തിലാണ് 11 കുറ്റവാളികളെ ഗുജറാത്ത് സർക്കാർ തടവിൽ നിന്ന് വിട്ടയച്ചത്. ആ മുഹൂർത്തത്തിൽ രാഷ്ട്രപതി മുർമു നൽകിയ സന്ദേശം പെൺമക്കളിലാണ് പ്രതീക്ഷ എന്നായിരുന്നു. എന്നിട്ട് രാജ്യം കണ്ടു ആ പ്രതീക്ഷയുടെ പുലർച്ച, കുറ്റവാളികളെ മധുരം നൽകി ആദരിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശിച്ച സന്ദേശം എന്താകും? പീഡിപ്പിച്ചോളൂ, കൊന്നോളൂ, നിയമം തൊടില്ല എന്നോ? അന്ന് സതീഷ് ആചാര്യ കാർട്ടൂണിലൂടെ പറഞ്ഞു, സ്വാതന്ത്ര്യം സ്ത്രീക്കല്ല, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കാണ് എന്ന്. മോദി പ്രധാനമന്ത്രി ആയതിൽ പിന്നെ ഇതിങ്ങനെയൊക്കെ എന്ന് ദേശാഭിമാനി റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ അങ്കിത കൊലക്കേസിനെ പറ്റി ഇതേ ദിവസം ജനുവരി 9 ചില പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത്. പോലീസ് കേസ് അട്ടിമറിക്കുന്നു എന്ന് നേരത്തെ പരാതിയുള്ളതാണ്. ഇതും ഭരണപക്ഷ നേതാക്കൾക്കെതിരായ പീഡന കൊലപാതക കേസ്. സർക്കാർ അട്ടിമറിക്കുന്നു എന്ന് പരാതി നിരന്തരം ഉയരുന്ന കേസ്. ഇതിലും കുറ്റാരോപിതർ ഭരണപക്ഷക്കാർ. അപ്പോൾ ബേട്ടി ബച്ചാവോ തുടങ്ങി സർക്കാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? പ്രധാനമന്ത്രി പറയുന്ന സ്ത്രീ സുരക്ഷാ ഗ്യാരണ്ടി ശരിക്കും എന്താണ്? പൊയ്വാക്കല്ലേ അത്? സുപ്രീം കോടതി വിധി വന്ന ചില പത്രങ്ങളിലെ വിശേഷം കാണുക. അതിൽ മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നൊരു പരസ്യം കാണാം. തൊട്ടു താഴെ ആ ഗ്യാരണ്ടിയുടെ പുലർച്ചെ എന്നോണം കോടതി വിധിയുടെ വാർത്ത. പരസ്യവും വാർത്താ തലക്കെട്ടും ഇത്ര ചേർന്ന് നിൽക്കുന്നത് അപൂർവം. മോദി സർക്കാരിൻ്റെ ഉറപ്പ്, അധികാര ദുർവിനിയോഗം. ഈ പരസ്യം കോടതി വിധി വന്ന അതേ ദിവസം വന്നത് യാദൃച്ഛികമാകാം. പക്ഷെ പലപ്പോഴും യാദൃച്ഛികതകളിൽ പതിവിൽ കവിഞ്ഞ അർത്ഥം കണ്ടേക്കും. സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുമെന്ന ഈ വായ്ത്താരി പോലെ. ബിൽക്കിസ് ബാനു കൊടുത്ത ഈ കേസിൽ ജുഡീഷ്യറിക്കകത്തെ ചില ചലനങ്ങളും വാർത്തയായി. ജസ്റ്റിസ് KM ജോസഫ് ബെഞ്ചിൽ ആദ്യം അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ നിരീക്ഷണങ്ങൾ ചിലരുടെ ഉറക്കം കെടുത്തി. ജസ്റ്റിസ് ജോസഫിൻ്റെ റിട്ടയർമെൻറ്റ് വരെ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെപ്പറ്റി അദ്ദേഹം തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. മറ്റൊരു സംഭവം, ജസ്റ്റിസ് വിജയ തഹിൽ രമണിയെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് മേഘാലയ ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതാണ്. ഇതിന് സുപ്രീം കോടതി കൊളീജിയം കാരണം പറഞ്ഞില്ല. ബിൽക്കിസ് ബാനു കേസിലെ കുറ്റവാളികളുടെ ശിക്ഷ അവർ ശരിവെച്ചതുമായി പലരും ഇതിനെ ചേർത്ത് വായിച്ചു. സ്ഥലം മാറ്റം ഫലത്തിൽ തരം താഴ്ത്തുന്നതായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയേക്കാൾ നന്നേ ചെറുതാണ് മേഘാലയ ഹൈക്കോടതി. തഹിൽ രമണിയുടെ അപ്പീൽ തള്ളിയതോടെ അവർ രാജിവെച്ചു. അവർക്കെതിരെ IB റിപ്പോർട്ടിൽ അഴിമതി ആരോപണമുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് കേസെടുത്തെങ്കിലും ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നാണ് CBI റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് മുഖങ്ങളും മുഖം മൂടികളും വെളിപ്പെട്ട കേസ് കൂടിയാണ് ബിൽക്കിസ് ബാനു കേസ്. ധീരതയുടേത്, നീതിയുടേത്, നിയമവാഴ്ചയുടേത്, ഭരണവീഴ്ചയുടേത്, ഇവയ്ക്കെല്ലാം ഇടക്ക് വിധേയ മാധ്യമങ്ങളുടെ അസാധാരണമായ മൗനത്തിൻ്റേതും. ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈർ ചൂണ്ടിക്കാട്ടും പോലെ കുറ്റവാളികളെ വിട്ടയച്ചപ്പോഴും ഇപ്പോൾ മറിച്ച് വിധി വന്നപ്പോഴും മുഖ്യധാരാ ചാനലുകളിൽ മിക്കവരും മൗനികളായി. 2022 ഒരു കണക്ക് ന്യൂസ് ലോണ്ടറിയിലെ മനീഷ പാണ്ഡെ എടുത്തിരുന്നു. കുറ്റവാളികളെ വിട്ടയച്ചത് മുതലുള്ള 3 ദിവസങ്ങളിൽ പ്രമുഖ ദേശീയ ചാനലുകളിലെ വനിതാ ആങ്കർമാർ അതിനെപ്പറ്റി എത്ര ചർച്ച നടത്തി എന്ന്. 5 ചാനൽ, 5 വനിതാ അവതാരകർ. ഒരു വനിതയോട് കാട്ടിയ അനീതിയെപ്പറ്റി അവരെന്ത് പറഞ്ഞു? ആജ് തക്കിലെ അഞ്ജന ഓം കശ്യപ്പോ, ABPയിലെ റൂബിക ലിയാഖത്തോ, റിപ്പബ്ലിക്കിലെ സുചരിതയോ, സി ന്യൂസിലെ അദിതി ത്യാഗിയോ, ടൈംസ് നവിലെ നാവിക കുമാറോ ആരും അത് വിഷയമാക്കിയില്ല. ബിൽക്കിസ് പാളിപ്പോകുന്ന നീതിയുടെ മാത്രം പ്രതീകമല്ല, ഭരണ തകർച്ചയുടെയും വംശവെറിയുടെയും ഇര മാത്രവുമല്ല, ദേശീയ മാധ്യമങ്ങളുടെ വിധേയത്വത്തിൻ്റെ കൂടി തെളിവാണവർ.